എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി രാവിലെ ബ്രേക്ക്ഫാസ്റ്റായും ഡിന്നറായും വേണമെങ്കിൽ സ്നാക്കായും ഒരുപോലെ എളുപ്പത്തിൽ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിനു മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് വേഗം തന്നെ എങ്ങനെയാണ് ഇത് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കിതിന് വേണ്ടിയിട്ടുള്ള മാവൊന്ന് കുഴച്ച് പൊങ്ങാനായിട്ട് വെക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു ബൗളിലേക്ക് 2 കപ്പ് ഇളം ചൂടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1.5 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. പിന്നെ നിങ്ങൾ ഇതിലേക്ക് ഡ്രൈ ഈസ്റ്റാണ് ചേർക്കുന്നതെങ്കിൽ ഇതൊന്ന് മിക്സാക്കിയതിന് ശേഷം ഒരു 10 മിനിറ്റോളം അടച്ച് വെക്കുക. അപ്പോഴത്തേക്കൊന്ന് പൊങ്ങി വരും. ഞാനിതിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്തിന്, അതുകൊണ്ട് തന്നെ ഇത് അടച്ച് വെക്കുന്നൊന്നുമില്ല. ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് 2 കപ്പ് മൈദപ്പൊടി ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ആദ്യം 2 കപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ബാക്കി നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ 2 കപ്പ് മൈദ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു രീതിയിലാണ് ഉള്ളത്. ഇനി ഞാൻ ഇതിലേക്ക് 1 കപ്പ് മൈദയും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഞാനിതിലേക്ക് 3 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇത്രയും മൈദ വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിക്കുന്ന വെള്ളത്തിൻ്റെ അളവൊക്കെ കുറച്ചെടുക്കുക. മൈദപ്പൊടി ഇട്ടതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഞാനിതുപോലത്തെ ഒരു സ്പാച്ചുല വെച്ചിട്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഒന്നുകിൽ സ്പാച്ചുല വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ ആദ്യം നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ കൈക്ക് ഒട്ടിപ്പിടിക്കില്ല. അതിനുശേഷം കൈ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കണം. 1-2 മിനിറ്റോളം കൈ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കുക. പിന്നെ ഇത് കുറച്ച് ലൂസായിട്ടുള്ള ബാറ്ററാണ് റെഡിയാക്കുന്നത്. അധികം തിക്കായിട്ടുള്ള ബാറ്റർ അല്ല. നമ്മൾ ലുക്കൈമാത്തിനൊക്കെ ഉണ്ടാക്കുന്ന ബാറ്ററില്ലേ, ആ ഒരു രീതിയിലാണ് ഈ ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതാ കൈ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കുക. അങ്ങനെ ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മുടെ ബാറ്ററി വേണ്ടത്. ഈ ഒരു രീതിയിൽ റെഡിയാക്കി എടുക്കുക. വെള്ളത്തിൻ്റെ അളവൊക്കെ നോക്കിയിട്ട്, അഥവാ വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ പൊടി നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. ഓരോ പൊടിക്കും വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്താൽ മതി. ഈ ഒരു രീതിയിൽ റെഡിയാക്കി എടുത്താൽ മതി. നിങ്ങൾക്കിപ്പോൾ ഈ ഒരു ബാറ്ററി കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവുമല്ലോ എത്രത്തോളം ലൂസ് ഉണ്ടെന്ന്. ആ ഒരു രീതിയിൽ റെഡിയാക്കി എടുക്കുക. ഇനി അതിൻ്റെ സൈഡിൽ നിന്നൊക്കെ സ്പാച്ചില വെച്ചിട്ട് ഇതിലേക്ക് ആക്കിയിട്ട് അതിൻ്റെ മുകളിൽ അല്പം ഓയിൽ സ്പ്രെഡ് ആക്കിയതിന് ശേഷം കവർ ചെയ്തിട്ട് ഇതൊന്ന് പൊങ്ങി ഡബിൾ സൈസായി വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഒരു 3/4 മണിക്കൂർ, 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഇത് പൊങ്ങി ഡബിൾ സൈസായി വരും. അപ്പോൾ ഇതുപോലെ പൊങ്ങി ഡബിൾ സൈസായി വന്നിട്ടുണ്ട്. 1 മണിക്കൂർ കൊണ്ടാണ് ഇതുപോലെ ആയി കിട്ടീന്. ഇനി ഞാൻ കയ്യിൽ അല്പം ഓയിലൊന്ന് സ്പ്രെഡ് ആക്കിയതിന് ശേഷം ഇത് ചെറുതായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റിൽ കുറച്ച് വെള്ളമാണ് എടുത്തിന്. ഇനി നമുക്ക് ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം കയ്യിൽ അല്പം നന്നായിട്ട് തന്നെ വെള്ളം ഒന്ന് തടവി കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ ഒട്ടിപ്പിടിക്കില്ല. 2 കൈയിലും വെള്ളം നന്നായിട്ട് തടവിയതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ച് ബാറ്റർ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക. ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ അന്നേരം കുറച്ചും കൂടെ വെള്ളമാക്കി കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയതിന് ശേഷം ഇതുപോലൊരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഉരുട്ടിയെടുത്ത ആ ഒരു ബാറ്റർ ഉണ്ടല്ലോ, ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് നടുവിലായിട്ട് ഇതുപോലെ വിരൽ വെച്ചിട്ട് ഓട്ടയാക്കി കൊടുക്കുക. ഓട്ടയാക്കുന്ന സമയത്ത് ആ ഒരു വിരലും ഒന്ന് വെള്ളത്തിൽ മുക്കിയെടുത്താൽ മതി. എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വലിച്ചു കൊടുത്തതിന് ശേഷം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഓട്ടയാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഓട്ടയാക്കി എടുക്കണം എന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഒന്ന് പരത്തിയിട്ട് ഇട്ട് കൊടുത്താലും മതി. ഈ ഒരു രീതിയിൽ ഒരു 3-4 എണ്ണം നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ റെഡിയാക്കി എടുക്കുക. എന്നിട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ചു വിട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് ആയിന്ന് കാണുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ ഒരു 3-4 പ്രാവശ്യം തിരിച്ച് മറിച്ച് വിട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. പിന്നെ ഇതിൽ ഒട്ടും എണ്ണ കുടിക്കുന്നുള്ള പേടിയൊന്നും വേണ്ട. എണ്ണയൊന്നും ഒട്ടും കുടിക്കില്ല. അതുപോലെ ഉള്ളൊക്കെ നല്ല സോഫ്റ്റും ആയിരിക്കും. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഒരെണ്ണം ഇട്ട് കൊടുക്കുമ്പോൾ ആദ്യം ഇട്ടത് മറിച്ചിട്ട് കൊടുക്കുക. പിന്നെ ഓരോന്നും നമ്മളിത് ഉരുട്ടി പരത്തിയൊക്കെ എടുക്കുന്ന സമയത്ത് കയ്യിൽ വെള്ളം നന്നായിട്ട് മുക്കിയെടുക്കണം.
അല്ലെങ്കിൽ ഒട്ടിപ്പിടിച്ചിട്ട് നമുക്കിതുപോലെ ചെയ്തെടുക്കാൻ പറ്റില്ല. അത് നിങ്ങൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക. ഒട്ടിപ്പിടിക്കുന്നതെന്ന് കാണുമ്പോൾ അന്നേരം കൈയൊന്ന് വെള്ളത്തിൽ മുക്കിയെടുത്താൽ മതി. അതുപോലെ നമ്മളിങ്ങനെ ഓൾസാക്കുമ്പോൾ ആ ഒരു വിരലിനും അല്പം വെള്ളം മുക്കിയിട്ട് എടുക്കുക. അങ്ങനെ ചെയ്തെടുക്കുക. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ ഫ്രൈ ആക്കി എടുത്താൽ മതി. അങ്ങനെ ഇതാ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3-4 പ്രാവശ്യം തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഇതുപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയതിന് ശേഷം ബാക്കിയുള്ളതും സെയിം രീതിയിൽ തന്നെ ഫ്രൈ ആക്കിയെടുക്കാം. എല്ലാം ഫ്രൈ ആക്കിയതിന് ശേഷം ചൂടോടെ തന്നെ ഞാനിതാ ഇതുപോലെ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. ഇതിൻ്റെ ഉള്ളൊക്കെ നല്ല സോഫ്റ്റാണ്, അടിപൊളി ടേസ്റ്റുമാണ്. നല്ല ചിക്കൻ കറീൻ്റെ കൂടിയും അതുപോലെ ബീഫ് കറീൻ്റെ കൂടിയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി കൂടിയാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായാലും അതുപോലെ ഡിന്നറിനായാലും ഗസ്റ്റെല്ലാം വരുമ്പോഴും ഉണ്ടാക്കാനൊക്കെ പറ്റിയ അടിപൊളി റെസിപ്പിയാണ്. വൈകുന്നേരത്തെ ചായക്ക് വേണമെങ്കിൽ അങ്ങനെയും കഴിക്കാം. മധുരം കഴിക്കാൻ പറ്റാത്തവരൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചാൽ മതി. നിങ്ങൾക്കിപ്പോൾ മധുരം ചേർത്തിട്ട് കഴിക്കണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഷുഗർ പൗഡറിൽ ഒന്ന് മുക്കിയെടുത്താലും മതി. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. ഉള്ളൊക്കെ നല്ല സോഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.